കടകംപള്ളിക്കൊപ്പം തന്നെ പി എസ് പ്രശാന്തിന്റെ മൊഴിയും എടുത്തിരിക്കുന്നു SIT എന്നുള്ളതാണ്. അത് പി എസ് പ്രശാന്ത് സമ്മതിച്ചിരിക്കുന്നു, അത് സ്ഥിരീകരിച്ചിരിക്കുന്നു. ദ്വാരപാലക ശില്പം സ്വർണം പൂശുന്നതിന് കൊണ്ടുപോയ കാര്യങ്ങളാണ് തന്നോട് ചോദിച്ചതെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. വിവരങ്ങളുമായി റഹീസ് റഷീദുണ്ട്. റഹീസ്, ഇപ്പോൾ SIT മുമ്പാകെ ഹാജരായി എന്ന കാര്യമാണോ പി എസ് പ്രശാന്ത് സമ്മതിക്കുന്നത്? എന്തൊക്കെ ചോദിച്ചറിഞ്ഞു? ഇനി SITക്ക് മുമ്പിൽ പോകേണ്ടി വരില്ല എന്നുകൂടിയാണ് അദ്ദേഹം പറയുന്നത്. സ്മൃതി, ശനിയാഴ്ച SITക്ക് മുമ്പിൽ ഹാജരായി സ്റ്റേറ്റ്മെന്റ് നൽകിയിരുന്നു എന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റായ പി എസ് പ്രശാന്ത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അല്പസമയം മുമ്പാണ് അദ്ദേഹവുമായി ഫോണിൽ സംസാരിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഒരു ബൈറ്റായി പ്രതികരണം നൽകാനില്ല, ഇന്ന വിവരങ്ങൾ ഇന്നതാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം പറയുകയായിരുന്നു. അതായത് പി എസ് പ്രശാന്തിന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്തു എന്നതിൽ സ്ഥിരീകരണം വരികയാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് ചോദിച്ചത് എന്ന കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞത്, ദ്വാരപാലക ശില്പം സ്വർണം പൂശുന്നതിന് വേണ്ടി ചെന്നൈയിലേക്ക് കൊണ്ടുപോയ കാര്യങ്ങളാണ് പ്രധാനമായും ചോദിച്ചത് എന്നതാണ് പി എസ് പ്രശാന്ത് നൽകിയ മറുപടി. എല്ലാ കാര്യങ്ങളും മൊഴിയെടുപ്പ് എന്നല്ല, പകരം സ്റ്റേറ്റ്മെന്റ് ആണ് രേഖപ്പെടുത്തിയത് എന്ന വാക്ക്, ആ വാക്ക് ഉപയോഗിക്കുന്നതാണ് നല്ലത് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. അവർ ചോദിച്ച എല്ലാ സംശയങ്ങൾക്കും മറുപടി നൽകിയിട്ടുണ്ട്. ഇനി അവരുടെ മുന്നിലേക്ക്, SITയുടെ മുന്നിലേക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് നൽകാനായി പോകേണ്ട ഒരു സാഹചര്യം ഇല്ലാത്ത തരത്തിൽ എല്ലാ ചോദ്യങ്ങൾക്കും എല്ലാ കാര്യങ്ങൾക്കും അവരുടെ സംശയങ്ങൾക്കും മറുപടി നൽകിയിട്ടുണ്ട് എന്നതാണ് പറഞ്ഞത്. അതിൽ ദ്വാരപാലക ശില്പം ചെന്നൈയിലേക്ക് വീണ്ടും സ്വർണം പൂശുന്നതിന് വേണ്ടി കൊണ്ടുപോകാനുള്ള തീരുമാനം കഴിഞ്ഞ ദേവസ്വം ഭരണസമിതിയാണ് എടുത്തത്. അത് 2019 ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം സ്വർണ്ണപ്പാളികൾ കൊടുത്തു വിട്ടതുപോലെ തന്നെ സ്പോൺസർ എന്ന നിലയിൽ അത് കൊടുത്തു വിട്ടതിന് ശേഷം അത് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ സ്വർണം പൂശി തിരിച്ചു കൊണ്ടുവരിക എന്നതായിരുന്നു ഈ ദേവസ്വം ബോർഡ് ഭരണസമിതി ആദ്യമെടുത്ത തീരുമാനം. പക്ഷേ അന്ന് ആ തീരുമാനമെടുക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന തിരുവാഭരണ കമ്മീഷണർ മാറി മറ്റൊരു കമ്മീഷണർ വന്നപ്പോൾ അതിനകത്തെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ, നിയമപരമായ പ്രശ്നങ്ങൾ പറയുകയും അതനുസരിച്ച് അത് പോറ്റിയുടെ കൈവശം കൊടുത്തുവിടാതെ ഉദ്യോഗസ്ഥരുടെ കൈവശം കൊടുത്തുവിടുകയാണ് ചെയ്തത് എന്ന കാര്യം കൃത്യമായി അദ്ദേഹം SITക്ക് മുമ്പിൽ സ്റ്റേറ്റ്മെന്റായി നൽകിയിട്ടുണ്ട്. ആദ്യം ഉത്തരവ് പോറ്റിയുടെ കൈവശം കൊടുത്തുവിടാനായിരുന്നു. അങ്ങനെ ഒരു ഉത്തരവ് ഇറങ്ങുന്ന സമയത്ത് ആ സമയത്തെ ഉദ്യോഗസ്ഥരാണ് അങ്ങനെ കൊടുത്തുവിടുന്നതിൽ നിയമപരമായ പ്രശ്നങ്ങൾ ദേവസ്വം ഭരണസമിതിയുടെ മുമ്പിൽ അറിയിക്കേണ്ടത് എന്ന വാദമാണ് പി എസ് പ്രശാന്ത് പറഞ്ഞത്. ആദ്യമുണ്ടായിരുന്ന തിരുവാഭരണ കമ്മീഷണർ അത് അറിയിച്ചിരുന്നില്ല, അതുകൊണ്ട് തന്നെ അംഗീകരിച്ചു വിട്ടു. പിന്നീട് വന്ന തിരുവാഭരണ കമ്മീഷണർ റെജിലാൽ അതിന്റെ നിയമപരമായ പ്രശ്നങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് ആദ്യം പുറത്തിറക്കിയ ഉത്തരവ് റദ്ദാക്കുകയും പുതുതായി ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്പോൺസർഷിപ്പിൽ സ്വർണം പൂശാൻ തീരുമാനിക്കുകയും ഇത് ചെന്നൈയിലേക്ക് കൊണ്ടുപോവുകയും തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുക എന്ന ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിലെ തിരുവാഭരണ കമ്മീഷണർ ആർക്കാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്ത് പുതിയൊരു ഉത്തരവിറക്കുകയും സ്വർണം പൂശി ദ്വാരപാലക ശില്പം സന്നിധാനത്ത് തിരിച്ചു പിടിപ്പിക്കുകയും ചെയ്തു. അതിൽ സാങ്കേതികമായ ചില പിശകല്ലാതെ ഭരണസമിതിക്ക് ഒരു തരത്തിലുള്ള പിശകും സംഭവിച്ചിട്ടില്ല. അങ്ങനെ ഒരു പിശക് സംഭവിച്ചുവെന്ന് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ ചൂണ്ടിക്കാണിച്ചപ്പോൾ ആദ്യം സംഭവിച്ച പിശക് മാറ്റി പുതിയ ഉത്തരവ് പുറത്തിറക്കുകയാണ് ചെയ്തത് എന്ന കാര്യമാണ് പി എസ് പ്രശാന്ത് SITക്ക് മുമ്പിൽ സ്റ്റേറ്റ്മെന്റായി നൽകിയിരിക്കുന്നത്. ശ്രുതി. ഓക്കെ, റഹീസാണ് വിവരങ്ങൾ നൽകിയത്. ഇനി ഹരിമോഹനിലേക്ക് കൂടി പോവുകയാണ്. ഹരിമോഹൻ, നിർണായകമായിട്ടുള്ള നീക്കമാണ് SIT നടത്തിയിട്ടുള്ളത്. ഇതിൽ ഇപ്പോൾ ഇനിയൊരു ചോദ്യം ചെയ്യൽ കൂടി ഉണ്ടാകുമോ എന്നാണ് അറിയേണ്ടത്. പ്രത്യേകിച്ച് നമുക്കറിയാം ഇതുവരെ ഉണ്ടായിട്ടുള്ള നീക്കങ്ങളിൽ ഈ ചോദ്യം ചെയ്യലുകൾ പിന്നീട് അത് അറസ്റ്റിലേക്ക് അടക്കം കാര്യങ്ങൾ നീങ്ങുന്നതായിരുന്നു കണ്ടിരുന്നത്. ഇനിയുള്ളൊരു നീക്കം എന്താണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. തീർച്ചയായിട്ടും അങ്ങനെ ഒരു തുടർനീക്കം ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും, അല്ലെങ്കിൽ ഈ മൊഴിയെടുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ നടന്നൊരു പ്രാഥമിക ഘട്ട മൊഴിയെടുപ്പ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള ചില മൊഴികളുടെ അടിസ്ഥാനത്തിൽ ആ കാര്യങ്ങളൊക്കെ ശരിയാണോ, അല്ലെങ്കിൽ അതിലെന്തൊക്കെയാണ് ഈ രണ്ടുപേർക്കും പറയാനുണ്ടായ വിശദീകരണം, അവർക്ക് പറയാനുള്ള അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ അതെന്തൊക്കെയാണെന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള പ്രാഥമിക ഘട്ട മൊഴിയെടുപ്പ് മാത്രമാണിത്. പക്ഷേ ഇനിയും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ആ മൊഴി പരിശോധിച്ച ശേഷം അതിൽ ദുരൂഹതയുണ്ട്, അതിൽ പൊരുത്തക്കേടുണ്ട്, വൈരുദ്ധ്യമുണ്ട് എന്ന് കണ്ടെത്തിക്കഴിഞ്ഞാൽ ഉറപ്പായും ഇതിൽ നിൽക്കില്ല എന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതിൽ പ്രത്യേകിച്ച് പി എസ് പ്രശാന്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള മൊഴിയെടുപ്പ് ഇനി SITയുടെ മുന്നിലേക്ക് വരേണ്ടി വരില്ല എന്ന് പ്രശാന്ത് പറയുമ്പോൾ
പറയുമ്പോൾ പോലും അതിനകത്ത് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ നടത്തിയിട്ടുള്ള ചില ഇടപെടലുകൾ അത് എന്തുകൊണ്ടാണ് ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സിലടക്കം രേഖപ്പെടുത്താതെ പോയത് എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അതിൽ കൃത്യമായ ഒരു മറുപടി ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് SIT പറയുന്നത്. അതിൽ നേരത്തെ ഹൈക്കോടതിയും സമാനമായ ഒരു വിമർശനം അക്കാര്യത്തിൽ ഉന്നയിച്ചിരുന്നു. അതിൽ എന്തൊക്കെ തരത്തിലുള്ള ന്യായീകരണം പറഞ്ഞാലും കൃത്യമായി മിനിറ്റ്സ് കാത്തു സൂക്ഷിക്കുന്നതിൽ അത് പരിപാലിക്കുന്നതിൽ വീഴ്ച വന്നിട്ടുണ്ട് ഭരണസമിതിയുടെ ഭാഗത്തു നിന്ന് എന്ന് തന്നെയാണ് പറയുന്നത്. അതിൽ ഈ മിനിറ്റ്സിനകത്ത് ഓഗസ്റ്റ് വരെ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ അന്നത്തെ ഒരു പ്രധാനപ്പെട്ട വിമർശനം. അതിൽ പിന്നീട് മറ്റു വിവരങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം, അതായത് പാളികൾ കേരളത്തിന് പുറത്തേക്ക് വരെ കൊണ്ടുപോകാനുള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ അങ്ങനെ ഒരു അനുമതി ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ട് പോലും നിർണായകമായിട്ടുള്ള ഒരു തീരുമാനമായിട്ട് പോലും അതെന്തുകൊണ്ടാണ് രേഖകളിൽ കാണിക്കാതിരുന്നത്, അതെന്തുകൊണ്ടാണ് സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാതിരുന്നത് എന്നുള്ള ചോദ്യം അവിടെ അവശേഷിക്കുകയാണ്. അതിനകത്ത് ഇനിയിപ്പോൾ ഒരു കാരണവശാലും ഒരു ചെറിയ ന്യായീകരണം പറഞ്ഞ് അതൊരു അലസമായ ന്യായീകരണം പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ PS പ്രശാന്തിന് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് കഴിയില്ല എന്ന് തന്നെയാണ് ചുരുക്കം. പക്ഷേ അതിനകത്ത് ഏതെങ്കിലും നിലയിൽ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും വീഴ്ചയാണ് എന്നതടക്കമുള്ള കാര്യങ്ങളോ പ്രശാന്ത് പറഞ്ഞിട്ടില്ല എന്ന് തന്നെ അറിയുന്നു. അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു മൊഴിയെടുപ്പിനുള്ള ചോദ്യം ചെയ്യലിനുള്ള സാധ്യത തന്നെ ഇവിടെ തുറന്നിടുകയാണ് എന്നുള്ളതാണ്. അതായത് ഏറെക്കാലയളവിൽ 2017 മുതൽക്കുള്ള ഇങ്ങോട്ടുള്ള 2025 വരെയുള്ള എല്ലാ തരത്തിലുള്ള ഇടപാടുകളും ദേവസ്വം ബോർഡ് നൽകിയിട്ടുള്ള എല്ലാ അനുമതികളും പരിശോധിക്കുന്നതിന്റെ ഭാഗമായിട്ട് നടന്നിട്ടുള്ള അന്വേഷണത്തിലാണ് ഇത്തരത്തിലൊരു ഗുരുതരമായ വീഴ്ച ദേവസ്വം ബോർഡിന്റെ കഴിഞ്ഞ ഭരണസമിതിയുടെ ഭാഗത്തു നിന്ന് SIT കണ്ടെത്തിയത്. പിന്നീട് അത് തുടർന്ന് ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടി SITയുടെ മുമ്പിലേക്ക് വരേണ്ടതില്ല എന്നുള്ള അമിത ആത്മവിശ്വാസം മാത്രമായി അത് പരിഗണിച്ചാൽ മതി എന്നുള്ളതാണ് SIT വൃത്തങ്ങളിൽ നിന്ന് പറയുന്നത്. പക്ഷേ അതേസമയം തന്നെ കടകംപള്ളി സുരേന്ദ്രന്റേത് അങ്ങനെയല്ല. പ്രാഥമിക ഘട്ട മൊഴിയെടുപ്പ് പൂർത്തി. ഇനിയിപ്പോൾ അതിനകത്ത് കൂടുതൽ കാര്യങ്ങൾ മറ്റു പ്രതികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന മൊഴിയാണ് ഇനിയിപ്പോൾ പരിശോധിക്കേണ്ടത്. ആ മൊഴി എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് പത്മകുമാറാണ്. പക്ഷെ മറ്റൊന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കഴിഞ്ഞ ദിവസം SIT വീണ്ടും ചോദ്യം ചെയ്തിരുന്നു. ആ സമയത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയിട്ടുള്ള വിവരങ്ങൾ അതെന്താണ് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കണം. ഏതെങ്കിലും നിലയിൽ സാമ്പത്തിക സഹായം, സാമ്പത്തിക ഇടപാടുകൾ, തനിക്ക് സ്പോൺസർഷിപ്പ് തുടർന്നു കൊണ്ടുപോകാനുള്ള ഇടപെടലുകൾ അന്നത്തെ ദേവസ്വം മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു സ്ഥിരീകരണം വരണം. അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് അതിൽ മറുപടി പറയേണ്ടത്. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തെളിവുകൾ, രേഖകളൊക്കെ തന്നെ SITക്ക് ലഭിക്കേണ്ടതുമുണ്ട്. കടകംപള്ളി സുരേന്ദ്രൻ ഇപ്പോൾ പറയുന്നത് അനുസരിച്ചുകൊണ്ട് തനിക്ക് നേരെ വന്ന ആരോപണങ്ങളെല്ലാം തന്നെ തെറ്റാണ്. താനും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഉണ്ടായിരുന്നത് വെറും സൗഹൃദം, ഒരു ഭക്തൻ, ഒരു സ്പോൺസർ എന്നുള്ള നിലയിൽ താൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കാണുന്നു. അതിന്മേലുള്ള സൗഹൃദം മാത്രമാണ്. അതിൽ മറ്റു ഉദ്യോഗസ്ഥരെല്ലാം തന്നെ അല്ലെങ്കിൽ മറ്റ് സ്പോൺസർമാരെല്ലാം തന്നെ സമാനമായിട്ടുള്ള ഒരു സൗഹൃദം തന്നോട് കാത്തു സൂക്ഷിച്ചിരുന്നു. മറ്റുള്ളവരോടൊപ്പം തന്നെ വന്ന് കാണാറുമുണ്ടായി. പക്ഷേ ചിത്രങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള ചോദ്യങ്ങളുണ്ട്. അത് നിരന്തരമായി കടകംപള്ളിയെ കാണാൻ വേണ്ടിയുള്ള ബന്ധം എന്താണ്, അങ്ങനെ നിരന്തരമായി കാണുന്നതിന്റെ ഉദ്ദേശം എന്താണ്, അതൊരു സൗഹൃദം പുതുക്കൽ മാത്രമാണോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ അവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. പക്ഷെ അതേസമയം തന്നെ കടകംപള്ളി ചൂണ്ടിക്കാണിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ദേവസ്വം ബോർഡ് എടുക്കുന്ന തീരുമാനം എല്ലാം തങ്ങൾ അറിയണമെന്നില്ല. ദേവസ്വം വകുപ്പ് അറിയേണ്ടതില്ല, ദേവസ്വം സെക്രട്ടറി അറിയേണ്ടതില്ല. അതിലാണ് ദേവസ്വം ബോർഡ് ഭരണസമിതി ഉള്ളത്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അവർ തങ്ങളെ അറിയിക്കാറില്ല. പക്ഷെ അതേസമയം തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പിക്കുന്ന തരത്തിലുള്ള തീരുമാനങ്ങളാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ദേവസ്വം സെക്രട്ടറി വഴിയാണ് ദേവസ്വം വകുപ്പിനെ അറിയിക്കാറുള്ളത്. ഒരുപക്ഷെ ഭരണസമിതി ആയതുകൊണ്ട് അത് ദേവസ്വം വകുപ്പിനെ നേരിട്ട്, മന്ത്രിയെ നേരിട്ട് അറിയിക്കാം എന്നുള്ളതാണ്. പക്ഷേ ഈ കാര്യത്തിൽ സ്വർണം പൂശാനായി കൊണ്ടുപോയിട്ടുള്ള തീരുമാനമോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നോ ഉള്ള ഒരു തീരുമാനവും ദേവസ്വം വകുപ്പിലേക്ക് അറിയിച്ചിട്ടില്ല. അത് ദേവസ്വം ബോർഡ് ഭരണസമിതി ആയിരുന്നു അറിയിക്കേണ്ടത്. അത് പക്ഷേ ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം കൂടി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്.